ഗൾഫ് സമ്മിറ്റിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി മലയാളികളുടെ ആശയ ആവിഷ്കാരത്തിനായി പുതിയ സാധ്യതകൾ തുറന്നിടുകയാണ് നവസാമൂഹ്യ മാധ്യമങ്ങൾ. എന്നാൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലുമെല്ലാം ഉണ്ടാകുന്ന ഈ പുതിയ കൂട്ടായ്മകൾക്ക് ഇവയെ ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഗൾഫ് സമ്മിറ്റ് ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഗൾഫ് സമ്മിറ്റിൽ ഇന്ന് നമുക്ക് അതിഥികളെ എത്തുന്നു. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ശ്രീമതി സോണിയ ഷിനോയ്, പ്രവാസി ഇന്ത്യ സാംസ്കാരിക വേദിയെ പ്രതിനിധീകരിച്ച് മിസ്റ്റർ ബുനൈസ് കാസിം, എഴുത്തുകാരനും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുമായ മിസ്റ്റർ അജി എ, റേഡിയോ മീയുടെ വാർത്താ വിഭാഗം തലവൻ മിസ്റ്റർ ലിയോ രാധാകൃഷ്ണൻ. സോണിയ, നാട്ടിലെ ഏത് ചെറിയ വിഷയമായാലും പ്രവാസി മലയാളികളെ സംബന്ധിച്ച് അവർക്കൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം തുറന്നു പറയാൻ അവർക്ക് മടിയുമില്ല. ഈ അഭിപ്രായം പറയാനുള്ള ഏറ്റവും നല്ല സാധ്യതയാണ് സോഷ്യൽ മീഡിയ. അത് കൃത്യമായാണോ അവർ ഉപയോഗിക്കുന്നത്? നാട്ടിൽ ഏതാണ്ട് ഒരു 15-45 വയസ്സിനിടയ്ക്കുള്ള ഒരു പ്രത്യേക വിഭാഗം മാത്രം യൂസ് ചെയ്യുന്ന ഒരു മീഡിയയാണ് സോഷ്യൽ മീഡിയാസ്. ഒരു വലിയ വിഭാഗം അല്ല, ഇപ്പോഴും ഒരു വലിയ വിഭാഗം ആളുകൾ നാട്ടിൽ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് തന്നെയാണുള്ളത്. പ്രവാസ മേഖലകൾ മുഴുവൻ പരിശോധിച്ചാലും ഓൾമോസ്റ്റ് 90-95% മുകളിൽ ആളുകൾ നവമാധ്യമങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു കാരണം അവർക്ക് ടെക്നോളജി ആക്സസ് കൂടുതലായതുകൊണ്ടാണ്. അതെ, എനിക്ക് തോന്നുന്നു നാട്ടിൽ സൈബർ മേഖലയിൽ ഇടപെടുന്ന ആളുകൾ ഇന്റൻഷനലി ഗൗരവമായി ഇടപെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇടപെടുന്നവരാണ്. നാട്ടിൽ നമുക്ക് തൊഴിലിടങ്ങളുണ്ട്. കോളേജ് വരാന്തകളിലും ഓഫീസ് ക്യാൻറ്റീനുകളിലും ചായക്കടകളിലും നടന്നിരുന്ന സംവാദത്തിനുള്ള അവസരങ്ങൾ ഇവിടെയില്ല. പകരം അവരുടെ സഡൻ റെസ്പോൺസുകൾ അവർ ഉപയോഗിക്കുന്നത് സൈബർ മീഡിയയിലാണ്. അത് ഒരേ സമയം ഗൗരവതരമായ ഇടപെടലുകളും വരുന്നുണ്ട്. എന്നാൽ വാട്ട് ദ ഹെൽ ഇറ്റ് ഈസ് എന്ന് നമ്മൾ വീട്ടിലിരുന്ന് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ ഗൾഫ് മേഖലയിൽ നിന്നും ടൈപ്പ് ചെയ്ത് നേരെ സൈബർ ഇടത്തിലേക്കാണ് പോകുന്നത്. മിസ്റ്റർ അജി, ഈ പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ ഈ നാട്ടിൽ നിന്ന് വേറിട്ട് നിന്ന് അവർക്കുണ്ടാകുന്ന വേദനകൾ, അവർക്ക് നാടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ, ബന്ധുക്കളെക്കുറിച്ചുള്ള അവരുടെ ആവലാതികൾ, ആശങ്കകൾ, ഇതൊക്കെ തന്നെ ക്രിയേറ്റീവായിട്ട് സർഗാത്മകമായി പ്രതിഫലിച്ചിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ, പല രൂപത്തിൽ. അതായത് കത്തുപാട്ട് എന്നൊക്കെ പറയുന്നത് തന്നെ ആ വേദനകൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു ക്രിയേറ്റീവ് സ്പേസ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാൻ ഇവിടുത്തെ പ്രവാസി മലയാളികൾക്ക് സാധിക്കുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ സോഷ്യൽ മീഡിയയുടെ ഈ എമർജൻസിനെ കാണുന്നത്? 2010 ഈ ഫേസ്ബുക്ക് വളരെ സജീവമായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത് മലയാളികൾ. നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ വേദനകൾ ഒക്കെ എഴുത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ ഒരവസരമാണ് ഈ സൈബർ ഇടം നൽകുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അജിയുടെ അഭിപ്രായം? തിരക്കുകളിലുള്ള മനുഷ്യരാണ് നമ്മൾ എല്ലാവരും തന്നെ. അപ്പോൾ വലിയ വലിയ പോസ്റ്റുകൾ ഒരുപാട് എഴുതുമ്പോൾ ആൾക്കാർ വായിക്കാറില്ല. ചെറിയ പോസ്റ്റുകളൊക്കെ എഴുതി ഒരു തമാശ രീതിയിലൊക്കെ എഴുതി പോകുന്നതാണ് മിക്കവരും. ഞാൻ വരാം. മിസ്റ്റർ ബുനൈസ്, ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പോൾ കാണുന്ന ഒരു ട്രെൻഡ്, ഒരു വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇട്ടിട്ട് തർക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഒരു പരിധി വിട്ട് വ്യക്തിവിരോധത്തിലേക്ക് വരെ എത്തുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന തരത്തിലെത്തുന്നു. അപ്പോൾ അത് വ്യക്തിയധിഷ്ഠിത മാത്രമല്ല, വംശീയമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ മതപരമായ അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നല്ല പ്രവണതയാണോ? ഇങ്ങനെയാണോ ഒരു നവമാധ്യമത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിസത്തിൻ്റെ പാരമ്യത്തിലാണ് ഇന്ന് സോഷ്യൽ മീഡിയ എത്തി നിൽക്കുന്നത്. ഒരുവന് പറയാനുള്ളത് ഏറ്റവും മൂർത്തമായ രൂപത്തിൽ, മൂർച്ചയേറിയ വാക്കുകളോടുകൂടി അവന് വളരെ സംക്ഷിപ്തമായി പറയാൻ സാധിക്കുന്ന ഒരു വേദി. രാഷ്ട്രീയ മേഖലകളിലായിരുന്നാലും സാംസ്കാരിക വേദികളിലായിരുന്നാലും ഒരുപക്ഷെ പ്രസംഗത്തിൽ അവന് പറയുന്നതിനേക്കാൾ ശക്തമായി അവന് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയയിലൂടെ. അതിനെ ഏറ്റവും ക്രിയാത്മകമായി ഇവിടെ പ്രവാസിയായിരുന്നാലും പ്രവാസി ലോകത്തിന് പുറത്തായിരുന്നാലും അവർ ഉപയോഗിക്കുന്നോ എന്നുള്ളതാണ് നമ്മളുടെ വിഷയം. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിൽ 66A നിയമം എടുത്തു കളഞ്ഞതോടുകൂടി ഒരുവന് എന്തും പറയാം എന്നുള്ള ഒരു തലത്തിലേക്ക് വന്നു നിൽക്കുന്നു. അതിൻ്റെ പരിണതികൾ ഇനി സംഭവിക്കുന്നത് ഒരു ആൻറ്റി ക്ലൈമാക്സ് ആണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൻ്റെ വളർച്ച ഒരു പരിധിക്ക് അത്ര മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകും എന്നാണ്. ലിയോ, ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സാപ്പ്, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ നവമാധ്യമങ്ങളെല്ലാം തന്നെ വാർത്തയുടെ സ്രോതസ്സുകൾ കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഈ ഇടപെടലുകളും വാർത്തയാകാറുണ്ട്. കാരണം ഖത്തറിൽ തന്നെ നരേന്ദ്രമോദിക്കെതിരെ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപികയ്ക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീഡം സോഷ്യൽ മീഡിയ നൽകുന്നുണ്ട്. എന്നാൽ അതെങ്ങനെ
വളരെ സമചിത്തതയോടുകൂടി വളരെ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കണം എന്നത് നമുക്ക് അറിയാതെ വരുന്നത് കൊണ്ടുകൂടിയാണോ, അതല്ല ഇതെല്ലാം അനുവദിക്കപ്പെടേണ്ട ഒരു ഇടം തന്നെയാണോ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്. അതിനെ വളരെ ഫലപ്രദമായും ഗുണകരമായും നമുക്ക് ഉപയോഗിക്കാം. വളരെയേറെ നല്ല ഗുണങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് കൊണ്ടുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ തന്നെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായിട്ടുള്ള ഹിസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹത്തിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാറ്. രണ്ട്, സ്വാതന്ത്ര്യത്തിൻ്റെ വശം വരുമ്പോൾ നോക്കാം. ആദ്യം ഗുണവശങ്ങൾ പറയാം. മറ്റൊന്ന്, കാണാതായ വ്യക്തികളെ കണ്ടെത്താൻ സാധിക്കുന്നു. വാർത്തകൾ, ഇവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് വേഗത്തിൽ അറിയാൻ സാധിക്കുന്നു, ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ ഗുണവശങ്ങൾ ഏറെയുണ്ട്. പക്ഷേ നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ അൺലിമിറ്റഡ് ആവാൻ പാടില്ല സ്വാതന്ത്ര്യം. കാരണം പലപ്പോഴും പല വിഷയങ്ങളിലുമുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ വളരെ അൺപ്രൊഫഷണൽ, അമച്വർ ആയിട്ടുള്ള രീതിയിൽ ഉള്ള പ്രതികരണങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെളിവാരി എറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇപ്പോൾ നിയമം കൂടി അവർക്ക് അനുകൂലമായപ്പോൾ ഇനി എന്തും ചെയ്യാം, എന്തുമാകാം എന്നുള്ള തരത്തിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, കാർട്ടൂൺ വരച്ചവരെയും ഒപ്പം തന്നെ ഫേസ്ബുക്കിൽ ക്രിയാത്മകമായി വിമർശിച്ചവരെയും ഒക്കെ തന്നെ സർക്കാർ ഇടപെടുന്ന കറുത്ത നീക്കങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഉപയോഗിക്കുന്നവർ തന്നെ സ്വയം എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കണം. ഉറങ്ങുന്നവരെ ഉണർത്തുവാൻ ബുദ്ധിമുട്ടില്ല, ഉറക്കം നടക്കുന്നവരെ ഉണർത്തുവാൻ പ്രയാസമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ എപ്പോഴും ഒരു വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് വലിയൊരു വിഷയമാവുകയും ആവശ്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് തീരെ ഒരു പ്രതികരണമില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. എക്സാമ്പിൾ ഇവിടെയാണ് ഞാനിപ്പോഴും പറയുന്നത്, ആൻറ്റി ക്ലൈമാക്സ് ഇവിടെയാണ് നിലനിൽക്കുന്നത്. ഒരു നല്ലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ ഫേക്ക് ഐഡികൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നുള്ള ഒരു ക്രിറ്റിസിസം മെത്തേഡ് സോഷ്യൽ മീഡിയ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതേസമയം ഒരുത്തനെ ഇൻഡിവിജ്വൽ ആക്ടിവിസം നടത്തുന്നവനെ സംബന്ധിച്ചോളം അവന് ഫേക്ക് ഐ ഡി നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ സാധിക്കും. ഇതിൻ്റെ മടുപ്പാണ് സ്വാഭാവികമായിട്ടും ചിലരിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പിന്നോട്ട് പോക്കിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. സൈബർ മീഡിയയിൽ ഒരു കുറിപ്പ് വരുന്നത് ഫേക്കിൻ്റെ പേരിലാണോ അത് ഒറിജിനൽ ഐഡിയ ആണെന്നുള്ളത് പ്രസക്തമല്ല. അതിനകത്ത് വരുന്ന ലൈക്കുകളും ഷെയറുകളും അതവരുടെ ലൈക്കും ഷെയറും ചെയ്യുന്നവരുടെ രാഷ്ട്രീയം തന്നെയാണ് ഈ ഫേക്ക് ഐ ഡി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആശയത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് ഓരോ ലൈക്കും ഓരോ ഷെയറും നമ്മളോട് പറയുന്നത്. ഇപ്പം പ്രസക്തമല്ലേ, ഫേക്ക് ഐ ഡി ആണോ അല്ലേ എന്നുള്ളത് പ്രസക്തമല്ല. അല്ല, ഫേക്ക് ഐ ഡി പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ ഒരു ഐഡന്റിറ്റി എന്താണ്? ഒരുത്തൻ്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ്റെ അസ്തിത്വത്തെ വിളിച്ചോതുന്നതാണ്. ഞാനൊരു വ്യക്തിയാണ് എന്ന് പറയുന്നതിലുപരി ഞാനൊരു പൂവാണ്, ഞാനൊരു കായാണ് എന്ന് പറയുകയല്ല അവിടെ വേണ്ടത്. അവൻ്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് അവന് പറയാൻ സാധിക്കുമ്പോഴാണ് അവന് പറയുന്നതിന് സ്വീകാര്യത ലഭിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ലൈക്കിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യൽ ആക്ടിവിസത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മൊത്തം ഒരു സോഷ്യൽ മീഡിയ പ്രവാസി എന്ന നിലക്ക് ഇവിടെ നിന്ന് ഗവൺമെന്റിനോട് നാട്ടിൽ സംവദിക്കാനും അതോടൊപ്പം നാട്ടിൽ നടക്കുന്ന ജനാധിപത്യ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കാനും അതിന് സപ്പോർട്ട് നൽകാനും ഒക്കെ നൽകുന്ന ഒരുപാട് ഇടങ്ങളാണ്. ഇങ്ങനെയുള്ള ക്രിയാത്മകമായ ഒരു ടൂളായിട്ട് പ്രവാസികൾ ഇതിനെ ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ? അല്ല, ഇതാണ് ഈ സുഹൃത്ത് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കേണ്ടത്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളായിരിക്കേണ്ടതുണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്ടിവിസം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ആക്ടിവിസത്തിലൂടെ ഫേമസ് ആകാം എന്നുള്ള, എന്തെങ്കിലും പറഞ്ഞ് ഫേമസ് ആകാം എന്നുള്ള ഒരു ആ വ്യക്തിയുടെ ഒരു അതിഭാവുകത്വമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യച്യുതിയെ വിളിച്ചോതെന്ന് പറയേണ്ടി വരും. ഈ ഫേസ്ബുക്കും വാട്സപ്പും വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം പരസ്പരം കോണ്ടാക്ട് ചെയ്ത് ഫോണിലൂടെ വിളിച്ച് അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങൾ ഉണ്ടാക്കി ആണ് അവർ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരുന്നത്. പക്ഷേ സാമൂഹ്യ ജീവിയിൽ നിന്നും ഫേസ്ബുക്ക് ജീവി, വാട്സപ്പ് ജീവിയിലേക്ക് മാറിയപ്പോൾ പരസ്പര ബന്ധങ്ങൾക്കുള്ള അകലം ഉണ്ടാവുകയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിലുള്ള അമാന്തം ഉണ്ടാവുകയും ചെയ്തു. ശരിക്കും ഫേസ്ബുക്ക്, വാട്സപ്പ് എന്ന് പറയുന്നത് താൽക്കാലിക എൻ്റർടൈൻമെൻറ്റ്, കുറച്ച് വീഡിയോസ്, ഫോട്ടോസ് ഷെയർ ചെയ്യുക എന്നതിലുപരി മറ്റുള്ള ഗൗരവതരമായ കാര്യങ്ങൾ അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അങ്ങനെയാണോ സോണിയ? അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. സൈബർ ഇടത്തിലെ നമ്മളുടെ ഓരോ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസും നമ്മുടെ പേഴ്സണൽ ആക്ടിവിറ്റീസുമാണ്. എന്നാൽ പോലും ആ ഓരോ ആളുകളുടെയും അഭിപ്രായ സ്വരൂപണത്തിനുള്ള ഒരു മാർഗം കൂടെ ആയി മാറാൻ ഈ സൈബർ ഇടത്തിന് സാധിച്ചിട്ടുണ്ട്. ഡൽഹി കേസിൽ അതുപോലെയുള്ള ഒരുപാട്
സംഭവങ്ങളിൽ ഒരു മാസ് മൂവ്മെന്റ് ഉണ്ടാക്കാനുള്ള ഇടപെടൽ ഒരു നടത്തിയത് അഭിപ്രായ രൂപീകരണം നടത്താൻ, അഭിപ്രായ രൂപീകരണം മാത്രമല്ല ഒരു മാസിനെ ചലിപ്പിക്കാനുള്ള മൂവ്മെന്റ് എന്ന മൂവ്മെന്റ് ഉണ്ടാക്കാനും കൂടെ സാധിച്ചിട്ടുണ്ട്. അത് റയർ കേസുകൾ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാം ഉപയോഗിക്കുന്ന ആൾ ഫേക്ക് ഐ ഡിയിൽ എന്തുകൊണ്ട് വരുന്നു? അല്ല, fake ID സ്വന്തം നമ്മൾ പേടിക്കുന്നതിന് ഐഡന്റിറ്റിയാണ് നമ്മൾ അവിടെ പ്രകടിപ്പിക്കേണ്ടത്. നമുക്ക് എനിക്കിപ്പോൾ ഞാൻ ആരാണെന്ന് ഒരു ഫേസ്ബുക്ക് എൻ്റെ വാൾ നോക്കുന്നത് എന്നെ കുറിച്ചൊരു ഏത് ടൈപ്പാന്ന് അല്ല, മനസ്സിലാവില്ല. അതിൽ ഗുരുതരമായ അപകടവുമുണ്ട്. ഞാൻ പറയട്ടെ, തെറ്റായ ഒരു ആശയത്തെ തെറ്റായ ഒരു സന്ദേശത്തെ, അത് മതത്തിന്റെ പേരിൽ, വർഗീയതയുടെ പേരിൽ, അതല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ തെറ്റായ ഒരു ആശയത്തെ പ്രചരിപ്പിക്കാനും അതിന് അംഗീകാരം നേടിയെടുക്കാനും ഫേക്ക് ഐഡികൾക്ക് സാധിക്കും. ഇതിൽ വേറെന്നുള്ളത് പറയുന്നവൻ ആര് എന്ന് തിരിച്ചറിയാനാണ് ഒരുവന്റെ ടൈം ലൈൻ നോക്കുന്നത്. ഒരുവൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവന്റെ എന്റെ വാളിലൊരുത്തൻ അഭിപ്രായം പറഞ്ഞാൽ ഞാനത് അവന്റെ വാളിൽ പോയി നോക്കും. ഇവൻ ഏത് മതസ്ഥനാണ്, അല്ലെങ്കിൽ ഇവൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ളവനാണ്, ഇവൻ പഠിച്ച കോളേജിന്റെ ഐഡന്റിറ്റി എന്താണ്, എന്നിട്ടായിരിക്കും അവന് ഒരു പക്ഷേ മറുപടി കൊടുക്കുക. അല്ല, പക്ഷേ ഒരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം പറയാനുള്ള അയാളുടെ പൊസിഷൻ, അയാളുടെ സ്റ്റേക്ക് എന്താണ് എന്ന് നമ്മൾ സ്വാഭാവികമായി അന്വേഷിക്കില്ലേ? അതല്ലേ ഈ ഫേക്ക് ഐഡിയിലൂടെ നിരാകരിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും അവിടെ ഞാൻ ഫേക്ക് ഐഡി ഒരിക്കലും യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. അതേസമയം ഫേസ്ബുക്കിന്റെ ഒരു പുതിയ മുറയെ തന്നെ ഫേസ്ബുക്ക് കേരള സമൂഹത്തിന് തന്നിട്ടുണ്ട്. അതിന്റെ മാർഗം അവർ സ്വീകരിച്ചത് ചുംബനമായി പോയി എന്നതുകൊണ്ട് മാത്രം ഒരു സാംസ്കാരിക കേരളം അതിനെ വേണ്ട വിധത്തിൽ ഉയർത്താൻ പറ്റാതെ പോയ ഒരു വേദിയും നമ്മൾ ഈ ഫേസ്ബുക്ക് ചരിത്രത്തിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. ലൈക്ക് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും മാത്രമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഈ മേഖലയിൽ. അതായത് ഫേസ്ബുക്ക് മേഖലയിൽ അവർ പോസ്റ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിട്ട്. പ്രൊഫഷണലുകളെ വെച്ചുകൊണ്ട് 100,000-ഓളം പ്രൊഫഷണലുകളെ വെച്ചുകൊണ്ടാണ് പുതിയ സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നത് എന്നത് പോലും സത്യത്തിൽ അതൊരു സോഷ്യൽ മീഡിയ ഇൻ ജനറൽ നമ്മൾ പറയുമ്പോഴാണ് ഇപ്പൊ പ്രവാസികളെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് നമ്മൾ അതിനെ കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രവാസി എന്ന് വേർതിരിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? പ്രവാസി എന്നുള്ള നമ്മുടെ വിഷയം അങ്ങനെയല്ല. സോഷ്യൽ മീഡിയയെ പ്രവാസികൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ ഒരു ആവിഷ്കാരത്തിന് വേണ്ടി ഇത് എത്രത്തോളം ഫലപ്രദമായി അവർക്ക് വിനിയോഗിക്കാൻ കഴിയും. ഇവിടെയുള്ള വിഷയങ്ങൾ നാട്ടിലെ ഗവൺമെന്റുകൾക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്താണ്, ദാരിദ്ര്യം വെച്ചാൽ സാംസ്കാരിക ആദർശ ദാരിദ്ര്യം എന്താണ്, വയറിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ തലയുടെയും നമ്മുടെ ചിന്തയുടെയും മസ്തിഷ്കത്തിന്റെയും ഒക്കെ ദാരിദ്ര്യം എന്ത് എന്ന് കേരളത്തിനെ അറിയിക്കുവാൻ നമുക്ക് ഇത്തരത്തിലുള്ള മീഡിയകളെ ഏറ്റവും സജീവമായ രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ അതിലേക്ക് ആര് വരുന്നു, അവനെ അടിച്ച് ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢശക്തികളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണം. റൈറ്റ് ലിയോ, ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റിൽ തന്നെ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് അധികാരികളെ, നാട്ടിലുള്ളവരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി സോഷ്യൽ മീഡിയയെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു മറുപുറം ആണ് നാട്ടിൽ ഒരുപാട് നല്ല നല്ല ബ്ലോഗ് എഴുത്തുകൾ ഉണ്ടാകുന്നുണ്ട്. പ്രവാസികളെ കുറിച്ച് പറയുന്നത് അവരെപ്പോഴും ഗൃഹാതുരമായി നാടിനെക്കുറിച്ചും അല്ലെങ്കിൽ എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായമുള്ള, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ്. അവർക്ക് സമയം കിട്ടുന്നുണ്ട്, ഈ പറഞ്ഞതുപോലെ ടെക്നോളജി ആക്സസ് ഉണ്ട്. എന്നിട്ടും നല്ല ബ്ലോഗ് എഴുത്തുകൾ ഇവിടെ നിന്നുണ്ടാകുന്നുണ്ടോ? നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആശയം ലോകത്തിന് മുന്നിൽ എത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. നിരവധി നല്ല എഴുത്തുകാർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരിചയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്കും സാധാരണ പ്രവാസികളിലേക്കും ഇതിൽ വ്യാപൃതരായിരിക്കുന്നവർ എത്തിക്കേണ്ട ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഇന്ന് ലോകം പോകുന്ന ഗതിയെന്ത്, ഇന്ന് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, രാഷ്ട്രീയ മണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അധപതനം, ഇവയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ജനങ്ങളുടേതാണ് ഇന്ത്യയിലെ ആധിപത്യമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഒപ്പം തന്നെ സ്വാതന്ത്ര്യം മാത്രമല്ല ഉത്തരവാദിത്വങ്ങൾ നമുക്ക് നിറവേറ്റാനുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആത്മാർത്ഥമായി ഇതിൽ പരിശ്രമിച്ചാൽ നമുക്ക് വളരെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പ്രവാസ ലോകത്തിന് വലിയ റോളുണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് കാണുകയാണ്, ലോകത്തെ മുഴുവൻ കാണുകയാണ്. ഇത് ദുബായ് അല്ലെങ്കിൽ UAE എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഒരു ഹബ്ബാണ്. പല ചർച്ചകളും പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ മാധ്യമ പ്രവർത്തകനും ആ മാധ്യമത്തിൻ്റെ ഡെസ്കിലിരിക്കുന്ന, അതായത് മാധ്യമ ഡെസ്കിൽ എന്താണോ അവർ ആദ്യമായി ഫിക്സഡ് ചെയ്ത് ഉദ്ദേശിച്ച് വെച്ച സബ്ജക്റ്റും അതിൻ്റെ അവസാനവും എന്താണോ അതാണ് നാം ചർച്ചയിലൂടെ കാണാൻ കഴിയുന്നത്. ഈ ബാക്കി വരുന്ന അഭിപ്രായങ്ങൾ, പറയാൻ മനസ്സിൽ വെച്ച അഭിപ്രായങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരാനും ഭരണാധികാരികളുടെ കേന്ദ്രങ്ങളിലേക്ക് അത് എത്തിക്കാനുമുള്ള ഒരു മാധ്യമമായി സോഷ്യൽ മാധ്യമത്തിനെ നിങ്ങൾ കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ആ സ്പേസിനേക്കാൾ ഉപരിയായി സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു വിഭാഗമായി നിങ്ങൾക്ക് ഈ മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്നുണ്ടോ? റൈറ്റ്. മാധ്യമങ്ങളുടെ ചർച്ചയിലൂടെ എത്തുന്ന കൺക്ലൂഷൻ അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇടമായി സോഷ്യൽ മീഡിയയെ കാണുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാധ്യമങ്ങൾക്ക്
ഒരു നിശ്ചിത സ്പേസ് ഉണ്ട് ഒരു പ്രത്യേക പ്രോഗ്രാമുകൾക്ക്. ചർച്ചാ പ്രോഗ്രാം ആണെങ്കിൽ തന്നെ നമുക്ക് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓരോരുത്തരുടെയും അഭിപ്രായം പൂർണ്ണമായും കേൾക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം സമയം തന്നെയാണ് പ്രശ്നം. സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ സമയത്തിൻ്റെ പ്രശ്നമില്ല, സ്പേസിൻ്റെ പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഇന്നും നാളെയും മറ്റന്നാളുമായി പറയാൻ സാധിക്കും. ഈ ചർച്ച ഇത്തരത്തിൽ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ അനിവാര്യമാണ് സോഷ്യൽ മീഡിയയിൽ. ഇന്നും നമ്മുടെ യുവജനത ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലിലേക്ക് വന്നിട്ടില്ല. അജി, ഇവിടെ പിന്നെ സോഷ്യൽ മീഡിയയെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് സംബന്ധിച്ച് എത്ര പേർക്ക് അത് കൃത്യമായി അറിയാം, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രൊഡക്റ്റീവായി റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴൊരാളെ കാണാതാകുന്നു, അല്ലെങ്കിൽ ഒരു രോഗബാധിതയായ ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരാൾക്കോ സഹായം എത്തിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒരു സാമൂഹ്യ സേവനം നടത്തുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയകളിൽ സജീവമാണ്. ഇത് പ്രവാസ ലോകത്ത് നിന്ന് ഇത്തരം സംരംഭങ്ങൾക്ക്, ഇത്തരം കൂട്ടായ്മകൾക്ക് ഇടമുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് അസുഖമാണ്, ബ്ലഡ് ആവശ്യമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചാരിറ്റി വർക്ക് നടക്കുന്നുണ്ട്. നാട്ടിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. തളർന്നെടുക്കുന്ന ആൾക്കാർക്ക് വീൽ ചെയർ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രവാസികൾ പണം പിരിച്ചാണ് അതൊക്കെ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇടപെടാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരു വിശക്കുന്ന ആളുടെ ഒരു ഫോട്ടോ നമുക്ക് ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ്. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ആരെങ്കിലും വിശക്കുന്നവരുണ്ടോ എന്നോ അവരെക്കുറിച്ച് അറിയാനോ നമ്മളാരും ശ്രമിക്കാറില്ല. ഇതിൽ 2 ഉദാഹരണങ്ങൾ എനിക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. 24 മണിക്കൂറിനിടയിൽ സംഭവിച്ച 2 ട്രെയിൻ അപകടങ്ങൾ. ഒരാളിനെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടിയുടെ ആൾ സഹായത്തിന് എത്തുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ട്രെയിൻ തട്ടി മരിക്കുന്നു. മറ്റൊന്ന് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ട്രെയിൻ തട്ടിയ സ്ത്രീയുടെ വീഡിയോ ക്യാമറ പിക്ചർ എടുത്തുകൊണ്ടിരിക്കെ അവർ മരിക്കുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ എന്തിനു വേണ്ടി അവർ ഇടപെടുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട 2 വശങ്ങളാണ്. അതായത് ഒരുത്തൻ്റെ മരണം, ഒരു വ്യക്തിയുടെ മരണം മറ്റൊരാളിനെ സഹായിക്കുന്നതിന് വേണ്ടിയും മറ്റു വ്യക്തിയുടെ മരണം സോഷ്യൽ മീഡിയയിൽ അവൻ ലൈക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയും മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ അതേസമയം ഗുണങ്ങൾ ഒരുപാട് ഏറെയുണ്ട്. ഗുണങ്ങൾ പറയാനില്ലാത്തത് കൊണ്ടല്ല ഞാൻ ഈ വശങ്ങളിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നത്. ഗുണങ്ങൾ ഒട്ടനവധിയുണ്ട്. UAE-ൽ ഇപ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പുതിയൊരു മാറ്റം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ജോലി അന്വേഷിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്ന കമ്പനികൾ തുടങ്ങിയിരിക്കുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഫേസ്ബുക്കിലൂടെ കരിയർ ഡെവലപ്മെൻറ്റ് അവർ തുടങ്ങിയിട്ടുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ആ മേഖലയിലും നമ്മളുടെ ഗുണങ്ങൾ, സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങൾ നമ്മൾ ഏറെയധികം ഈ പ്രവാസ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുകൂടി ഞാൻ അതിൽ കൂട്ടിച്ചേർത്ത് പറയും. സോഷ്യൽ മീഡിയയിൽ എന്ത് പ്രതികരിക്കുന്നു, എന്ത് ലൈക്ക് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ കാണിക്കുന്ന പക്വത കുറവാണ് ഇതിൻ്റെ പരാജയത്തിന് കാരണം. വലിയൊരു റേഞ്ചുള്ള ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് ഇന്ന് എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ വൈകാരികമായ പ്രതികരണങ്ങൾക്ക് വളരെയധികം ലൈക്ക് കിട്ടുകയും അത് ഒരു പക്ഷേ ഒരു പരിധി വരെ വിജയിക്കും. ഡൽഹിയിലെ കേസ് പോലെ അത് ഒരു നല്ല കാര്യത്തിനായിരുന്നെങ്കിൽ വൈകാരികമായ പ്രതികരണത്തിന് കൂടിയുള്ള വേദിയാണല്ലോ സോഷ്യൽ ആണ്. പക്ഷേ അതിൻ്റെ പരിമിതി എന്താണെന്ന് വെച്ചാൽ വൈകാരികമായ പ്രതികരണങ്ങൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അങ്ങനെയുണ്ടോ? അതായത് പക്വതയോടുകൂടി ഇടപെടുക എന്ന് പറയുന്നത് ഗൗരവമായി ഇടപെടുക എന്നത് മാത്രമാണോ? അതായത് സോഷ്യൽ മീഡിയ കുറെ കൂടി വൈകാരികമായ ഒരു സ്പേസ് എന്ന നിലയിൽ നമുക്ക് സംവദിക്കാനൊക്കെയുള്ള ഒരു മീഡിയം എന്ന നിലയിൽ കൂടി അതിനെ നമ്മൾ പരിഗണിക്കണ്ടേ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലോഗിൻ ചെയ്യുന്ന എല്ലാവരും പക്വതയുള്ളവരാണെന്ന് നിർബന്ധമൊന്നുമില്ല. അതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരാൾ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കമൻറ്റുകൾ കൊണ്ട് അദ്ദേഹത്തിനെ മാനസികമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കമൻറ്റുകൾ വരുന്നത് അതിൻ്റെ ചാവേറുകളായ കുറേ ആളുകൾ അതിനൊരു പോസ്റ്റ് ഇടുന്നു, അതിന് മറുപടി പറയുന്നു, പിന്നെ EMSൻ്റെ ഭരണത്തിലേക്ക് പോകുന്നു, പിന്നെ EMSും ലീഗും തമ്മിൽ വന്ന അപ്പോൾ ഇതിൻ്റെ ചർച്ചകളെല്ലാം വഴിമാറി പോയിട്ട് അവസാനം വന്ന് നിൽക്കുന്നത് നീ പോടാ ചൈനീസ് ചാര, നീ പോടാ പാകിസ്ഥാൻ തീവ്രവാദി എന്ന് പറയുന്നിടത്ത് നമ്മൾ മിണ്ടാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ എത്തുന്നത്. അപ്പോൾ അതായത് ഒരാളുടെ എങ്ങനെ അടപ്പിക്കാം എന്നുള്ളത് മറുഭാഗം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഒരു ട്രെൻഡ് പ്രവാസികൾക്കിടയിലാണോ കൂടുതലുള്ളത്? അല്ല, അങ്ങനെ ആ ഒരു ട്രെൻഡ് എല്ലാ ആളുകളും, അതായത് പ്രവാസികളാണെങ്കിൽ ഈ നാട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്. ഞാനത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കമൻറ്റ് ഞാൻ നെവർ മൈൻഡ് ആക്കുന്നതാണ് ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. അതിന് പ്രതികരിക്കാൻ പോയാൽ നമ്മുടെ ഓഫീസിൽ ചെയ്യുന്ന ജോലിനെ ബാധിക്കും, വീട്ടിൽ വന്നാൽ നമ്മുടെ ഫാമിലിയെ ബാധിക്കും. സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിനെ സംബന്ധിച്ച് അതാണോ ഏറ്റവും നല്ലത്? യഥാർത്ഥത്തിൽ ഒരുത്തൻ്റെ വ്യക്തിത്വവും അവൻ്റെ
ഹൃദയത്തിൻ്റെ നർമ്മതയും അനുസരിച്ച് മൃദുലതയും അനുസരിച്ചിരിക്കും ഈ വിഷയങ്ങൾ. അവൻ പറയുന്നത് അവൻ്റെ ഓഫീസിൽ അവനെ അസ്വസ്ഥത ഉണ്ടാക്കാൻ മാത്രം ഉതകുന്ന റിപ്ലൈ ആണ് അവൻ്റെ പോസ്റ്റിന് വരുന്നത് എങ്കിൽ അത് അവനാ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. ഏതായാലും സോഷ്യൽ മീഡിയ ഒരു ബാറ്റിൽ ഫീൽഡ് തന്നെയാണ് ഒരർത്ഥത്തിൽ. അത് അവൻ പറയുന്നു, അതിന് മറുപടി വരുന്നു, അതിനെ തിരിച്ചു പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഇതിൽ അതിജീവിച്ചു പോകുന്നത്. കുട്ടികളും ഫാമിലിയും മൂല്യത്തകർച്ചയിലേക്കാണ് കൂടുതൽ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ ഫാമിലി പ്രോബ്ലംസ് വരുന്നതും ഫാമിലി മീഡിയയിലൂടെയാണ്. അതുപോലെ ടീനേജ് പ്രായമുള്ള കുട്ടികൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ലവ് അഫെയറിലേക്കും കൂടുതലായി പോകുന്നതാണ്. അത് ലളിതമായി പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പിന്നെ പുതുതലമുറയെ വഴിതെറ്റിക്കുന്നു. റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, എന്നും ഉണ്ടായിട്ടുണ്ട് നന്മ തിന്മകൾ തമ്മിലുള്ള പോരാട്ടം. ഇപ്പോഴും ഫേസ്ബുക്ക് വന്നതോടുകൂടി ഈ ആശയം, അതായത് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയം നടത്താൻ എളുപ്പമായിരിക്കുകയാണ്. ഒരു അപരിചിതനുമായിട്ട് എത്രയോ റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. കാണാത്ത ഒരു വ്യക്തിയുമായി പ്രണയത്തിലായി പെൺകുട്ടി വളരെ ദൂരസ്ഥലത്ത് എത്തുന്നു. അതുപോലെ വീട്ടമ്മമാർ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് പോകുന്നു. അതൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ മോശപ്പെട്ട ഇമ്പാക്റ്റുകളിൽ ഒന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇങ്ങനെ മോശപ്പെട്ട ഒരു ഇമ്പാക്റ്റ് സമൂഹത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഗൾഫിൽ തന്നെയാണെങ്കിലും സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടി വാഹനം ഓടിക്കുമ്പോൾ പോലും സ്മാർട്ട് ഫോൺ വെച്ചിട്ട് ഡാറ്റ കൈമാറ്റം നടത്തുകയാണ്, അതിലൂടെ ചാറ്റ് ചെയ്യുകയാണ്, അപകടങ്ങൾ ഉണ്ടാകുന്നു. ഓഫീസിൽ പോയി കഴിഞ്ഞാലും ജോലിയെ ബാധിക്കുന്നു. ഓഫീസിലെ തിരക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാലും അവിടെയും ഫേസ്ബുക്കിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വാട്സാപ്പിൽ മുഴുകിയിരിക്കുകയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഇത്തരത്തിൽ, അതാണ് പക്വത എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സ്വാതന്ത്ര്യത്തെ ഹനിക്കൽ അല്ല, പക്വമായിട്ടുള്ള സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ് ഏറ്റവും അനിവാര്യം. അത് ഇതുവരെയും മലയാളികൾ എത്തിപ്പെട്ടിട്ടില്ല. സോണിയ വഴിതെറ്റിക്കുന്നുണ്ടോ? യുവതലമുറയെ വഴിതെറ്റിക്കുന്നതിൽ സോഷ്യൽ മീഡിയ മാത്രമാണ് പങ്കുവഹിക്കുന്നതെന്ന് എനിക്ക് അഭിപ്രായം. സോഷ്യൽ മീഡിയ മാത്രമാണെന്ന് പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നു. അത് സ്വാതന്ത്ര്യമാണ്, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. പണ്ട് കാലത്ത് നടക്കുന്ന ഈ പറഞ്ഞ പോലെ ലവ് അഫെയർസ് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു ചെറിയ സമൂഹത്തിൽ മാത്രം അറിഞ്ഞ് പുറത്തു പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയസിലൂടെ ഏറ്റവും മൈന്യൂട്ടായിട്ട് നടക്കുന്ന ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ ഓരോരുത്തരും അറിയുന്നു, അതിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നേ വരെ സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? വഴിതെറ്റി പോകുന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇത് തന്നെ സോഷ്യൽ മീഡിയയുടെ മാത്രം ഒരു പ്രശ്നമല്ല എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താ പറയുക, ആഭിചാരത്തിൻ്റെ ഒരു അതിപ്രസരണത്തിലാണ് സോഷ്യൽ മീഡിയ നിൽക്കുന്നത് എന്ന് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയുടെ ഏറ്റവും രഹസ്യമായ തലമാണ് അവൻ ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള അവൻ്റെ പുതപ്പിനടി. ആ പുതപ്പിനടിയിൽ വെച്ചുകൊണ്ട് അവൻ മൊബൈലിൽ മറ്റുള്ളവരുടെ സ്വകാര്യതകൾ കാണാനുള്ള അവസരം ഇപ്പോഴാണുള്ളത്. മുമ്പ് കാലങ്ങളിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിച്ചേരുമായിരുന്നില്ല. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അല്ലെങ്കിൽ ഭർത്താവട്ടെ ഭാര്യ ആവട്ടെ, ഈ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ഒരു സോഷ്യൽ ആക്ടിവിസത്തിനെ നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഒരു വിഷയമല്ല, പണ്ടേ ഉള്ളതാണ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നു എന്നുള്ളത് പ്രധാനമായൊരു ചോദ്യമാണ്. ഇപ്പോൾ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയുന്നു. അതിൽ കുട്ടികൾ നേരിട്ട് റേഡിയോ സ്റ്റേഷൻ, വക്കീലിൻ്റെ ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഫോൺ വിളിക്കുകയാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അതെ, അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ചോദിക്കുന്നത്, എന്നോടൊപ്പം ചിലവഴിക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമയമില്ല എന്നാണ് ഒരു കുട്ടി പറയുന്നത്. ഇത് ആ ഒരു കുട്ടി നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നിരവധി കുട്ടികൾ ഈ സമൂഹത്തിലുണ്ടാകും. പറയാനുള്ളത്, ഇത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, അത് മറന്ന് ഫേസ്ബുക്കിൽ പോകരുത്. ഫേസ്ബുക്ക് വളരെ നല്ല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള പോരാട്ടങ്ങൾക്ക്, ഇന്ന് ഈ ലോകത്ത് വലിയ വിപ്ലവങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ആയുധമെടുത്തുകൊണ്ടുള്ള വിപ്ലവമല്ല, ആശയത്തിൻ്റെ വിപ്ലവമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ലൈക്ക് ചെയ്യണം, എന്ത് ഷെയർ ചെയ്യണം, എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ പക്വതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ, ക്രിയാത്മകമായ ഒരു ഇടപെടൽ എങ്ങനെ വേണം എന്ന് പ്രവാസികൾക്ക് മുന്നിൽ നമുക്ക് ഒരു ആശയം, ഒരു ഐഡിയ മുന്നോട്ടേക്ക് വെക്കാൻ പറ്റുമോ? അതിൽ സാധിക്കുന്നത് അവനവൻ്റെ അഭിപ്രായം അവനവൻ തുറന്നു പറയുകയും അതിൽ വരുന്ന എതിരഭിപ്രായങ്ങൾ വിലയേൽക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്ന്. 2, അത്തരത്തിലുള്ള ആളുകളുടെ ഐക്യത്തോടു കൂടിയുള്ള ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള അക്രമം. നന്മയ്ക്ക് വേണ്ടിയുള്ള ആ വാക്ക് അക്രമം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കുറച്ച് ആളുകൾ നന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നുള്ള
ഇതിലൂടെ നാട്ടിലേക്ക് നമ്മുടെ വിഷയങ്ങൾ അറിയിക്കുക. അല്ല എങ്കിൽ സംഭവിക്കുന്നത് സൗഹൃദം, കാണാതെ പോയവരെ കണ്ടെത്തൽ, ബ്ലഡ് ഡൊണേഷൻ, ഇത്തരം കാര്യങ്ങളിൽ മാത്രമായി സോഷ്യൽ മീഡിയ ഒതുങ്ങിപ്പോകും എന്നുള്ള ഒരു ഭയവും ഞാൻ മുന്നിൽ കാണുന്നു. ഇപ്പോൾ ഉള്ള സോഷ്യൽ മീഡിയ വളരെയധികം പ്രതികരിക്കുന്ന ആൾക്കാരുള്ളതാണ്. അത് അങ്ങനെ തന്നെ പോകട്ടെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. എൻ്റെ അതിലൊരു കറക്ഷനൊന്നും ആവശ്യമില്ല. എന്തിനാ എൻ്റെ കറക്ഷൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഒരു ഓപ്പൺ സ്പേസ് എന്ന നിലയിൽ ഓപ്പൺ സ്പേസ് എല്ലാവരും അവനവൻ്റെ സംസ്കാരം അവനവൻ കാണിക്കട്ടെ, അതല്ലേ വേണ്ടത്. ഇത് കുറെ കൂടി പക്വതയോടുകൂടിയുള്ള ഒരു ചർച്ചാവേദിയായി സോഷ്യൽ മീഡിയ മാറണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ശ്രീ അജയൻ്റെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. മറ്റ് മീഡിയകളെ അപേക്ഷിച്ച് പൊതുമാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ആർക്കും ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാനുള്ള സ്പേസ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലില്ല. അവരെല്ലാവരും അവരുടെ ക്രോഡീകരിക്കപ്പെട്ട ഒരു അഭിപ്രായമാണ് നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരേ ഒരു മാധ്യമം ഇപ്പോഴും നവമാധ്യമങ്ങൾ മാത്രമാണ്. വൈകാരിക സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, രാഷ്ട്രീയമുണ്ട്. അതിനെല്ലാം പ്രതിഫലിപ്പിക്കാനുള്ള ഒരു വേദിയായി, ഒരു തുറന്ന ഫോറമായി തന്നെ നവമാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന്. റൈറ്റ്. ആവിഷ്കാരത്തിനുള്ള അനന്തമായ സാധ്യതകൾ തുറന്നിടുന്നുണ്ട് നവസാമൂഹ്യ മാധ്യമങ്ങൾ. ഇതിനെ ക്രിയാത്മകമായി എങ്ങനെ ഉപയോഗിക്കണം എന്നതാകട്ടെ പ്രവാസ ലോകത്തിന്റെ ആലോചന. ഗൾഫ് സമിറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.